ഹായ് ഗൈസ്, ഇന്ന് മുതൽ നമ്മൾ കാണാൻ പോകുന്ന ഡ്രാമയുടെ പേരാണ് ഇറ്റ്സ് ഓക്കെ നോട്ട് ടു ബി ഓക്കെ. കമ്മ്യൂണിറ്റി ടാബിലെ എല്ലാവരുടെ സജഷൻ പ്രകാരമാണ് ഈ ഡ്രാമ ചൂസ് ചെയ്തത്. 2020 റിലീസായ ഈ സീരീസിൽ ഫാൻറ്റസി ഒന്നുമില്ല, എങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആദ്യത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഒരു കാർട്ടൂൺ സ്റ്റോറി കാണിച്ചുകൊണ്ടാണ്. ഒരു വലിയ കൊട്ടാരത്തിൽ ഒരു പെൺകുട്ടി മാത്രം തനിച്ച് താമസിക്കുന്നു. അവൾക്ക് ഫ്രണ്ട്സ് ആരും തന്നെ ഇല്ല, ആരോടും മിങ്കിളാകത്തുമില്ല. എങ്കിലും അവൾ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂട്ടുകൂടാൻ ചെല്ലും. പക്ഷേ അവളുടെ ഫ്രണ്ട്സൊക്കെ പേടിച്ചോടിപ്പോവും, കാരണം അവളുടെ കൂടെ ഒരു ഈവിൾ സ്പിരിറ്റ് ഉള്ളതുപോലെ കാണിക്കും. ഇതൊക്കെ കാരണം അവൾ വീണ്ടും ഒറ്റപ്പെടും. ആരോടെങ്കിലും ദേഷ്യം തീർക്കാൻ വേണ്ടി മീൻ പിടിക്കാൻ പോകും. ആദ്യം പിടിച്ച മീനെ ചവിട്ടി കൊന്നിട്ട് രണ്ടാമത് ട്രൈ ചെയ്യുമ്പോൾ വെള്ളത്തിൽ മുങ്ങിയ ഒരു ചെറുക്കനെ രക്ഷിക്കുന്ന പോലെ കാണിക്കുന്നു. ഇവൾ അവനെ രക്ഷിച്ചത് കാരണം അന്നു മുതൽ അവൻ അവളുടെ പുറകെയാണ്. രാത്രിയും പകലും ഇല്ലാതെ ഇവൻ അവളുടെ കൂടെ ഒരു സപ്പോർട്ടായി നടക്കും. അത് കാരണം ആ ഈവിൾ സ്പിരിറ്റും വരില്ല. ഒരു ദിവസം അവൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ ബൊക്കേവായി ചെല്ലുമ്പോൾ അവൻ സത്യമാണോ കള്ളമാണോ പറയുന്നത് എന്നറിയാൻ വേണ്ടി അവൾ അവനെ പേടിപ്പിക്കും. അതും അവിടെയുള്ള ബട്ടർഫ്ലൈസിനെയൊക്കെ കൊന്നു കാണിച്ച്. സത്യം പറ, നിനക്കെന്നെ ഇപ്പോഴും ഇഷ്ടമാണോ എന്നവൾ ചോദിക്കുന്നതും അവിടെയുള്ള ചത്ത ബട്ടർഫ്ലൈസിനെയൊക്കെ കണ്ട് അവൻ പേടിച്ചോടിപ്പോകും. വീണ്ടും ആ പെൺകുട്ടി ഒറ്റയ്ക്കാകും. അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഈവിൾ സ്പിരിറ്റും കൂടെ വരും. ഇപ്പോൾ ആ കാർട്ടൂണിൽ കാണിച്ച പെണ്ണിനെ പ്രസന്റ് ലൈഫിൽ കാണിക്കും. ഇതാണ് നമ്മുടെ നായിക. ഇവൾ ഒരു സ്റ്റോറി റൈറ്ററാണ്. ഇവള് ക്രിയേറ്റ് ചെയ്യുന്നത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ ഹൊറർ സ്റ്റോറീസ്, ഫാന്റസി സ്റ്റോറീസ് ഒക്കെയാണ്. അതുപോലെ അവളുടെ ഇമാജിനേഷനിലെ സ്റ്റോറിയാണ് ആദ്യമേ കാണിച്ചത്. ഇവളുടെ പേര് യാ. ഇപ്പോൾ അവളുടെ അമ്മ അവളോട് പറയുന്ന പോലെ സൗണ്ട് കേൾക്കും. നിനക്ക് മറ്റുള്ളവരെ പോലെ ആരുടെയും കൂടെ മിങ്കിളാവാൻ പറ്റില്ല, നീ അവസാനം വരെ ലോൺലി ആയിരിക്കും, കാരണം നീ ഒരു ഈവിൾ സ്പിരിറ്റ് ആണ്. അങ്ങനെയൊക്കെ യാങ്ങിന്റെ കൂടെയുള്ള ഈവിൾ സ്പിരിറ്റ്, അതായത് അവളുടെ അമ്മ പറയും. അടുത്ത സീനിൽ സാങ്ടെ എന്ന ഒരു ക്യാരക്ടറിനെ കാണിക്കും. വയസ്സ് ഒരുപാടുണ്ടെങ്കിലും ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് അവൻ ബിഹേവ് ചെയ്യുന്നത്, കാരണം അവന്റെ ബുദ്ധി വളർച്ച കുറവാണ്. സാങ്ടെയാണ് നമ്മുടെ ഹീറോയുടെ ചേട്ടൻ. ചേട്ടനെ കാണാനായി ഹീറോ എത്തും. ഹീറോയുടെ പേര് ടേ. ചേട്ടനെ എങ്ങനെയെങ്കിലും സമാധാനപ്പെടുത്തി അവൻ വീട്ടിൽ കൊണ്ടുപോകും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് യാങ് ഒരു ഹോട്ടലിൽ തനിയെ ഇരിക്കുമ്പോൾ അവളെ കാണാൻ ഒരു കൊച്ചുകുട്ടിയും അവളുടെ അമ്മയും വരുന്നു. യാങ്ങിന്റെ സ്റ്റോറീസ് എല്ലാം വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവളുടെ ഓട്ടോഗ്രാഫ് വാങ്ങും. കൂടെ തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊച്ചുകുട്ടി മടിയിലിരിക്കുമ്പോൾ യാങ് അവളോട് ഹൊറർ സ്റ്റോറി പറഞ്ഞ് ആ കൊച്ചുകുട്ടിയെ കരയിപ്പിക്കും. സത്യത്തിൽ ഇത് കണ്ട് യാങ്ങിന് ഒരു സന്തോഷം തോന്നും. സത്യത്തിലെ ഹീറോയിന് ഒരു പ്രോബ്ലം ഉണ്ട്, ആൻറ്റി സോഷ്യൽ ഡിസോർഡർ. തുടക്കത്തിൽ കാർട്ടൂണിൽ കാണിച്ച പോലെ ഇവൾക്ക് ആരുടെ കൂടെ പെട്ടെന്ന് മിങ്കിളാവാൻ പറ്റില്ല. ഒരാളുടെ കൂടെ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം എന്നൊന്നും അറിയില്ല. അങ്ങനെ ഇരിക്കെ യാങ്ങിന്റെ മാനേജർ അവളോട് സംസാരിക്കും. നമുക്കൊരു സ്ഥലം വരെ പോകണം, ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി സ്റ്റോറി റീഡിംഗ് ഫംഗ്ഷൻ ചാരിറ്റിക്ക് വേണ്ടി നടത്തണം. ഇത് കേട്ട ഉടനെ യാങ് അവിടെ നിന്നും ഇറങ്ങും. ഒരു നിമിഷം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടി മാറ്റി വെക്കണേ, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ നമ്മുടെ ടേയെ കാണിക്കും. അവനൊരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്, ഒരു കെയർ ടേക്കറിനെ പോലെ. ഹോസ്പിറ്റലിൽ ഏതെങ്കിലും പേഷ്യൻറ്റിന് പ്രോബ്ലം വന്നാൽ ടേ ആണ് അവരെ പോയി നോക്കുന്നത്. ഇപ്പോഴും അതുപോലെയാണ്. അവിടെ അഡ്മിറ്റായ ഒരു ലേഡി എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാ ഫുഡും വാരി വലിച്ചു തിന്നുന്നു. ടേ അവരോട് പോയി സംസാരിക്കും. അവർക്കത് മനസ്സിലാകും ചെയ്തത് തെറ്റാണെന്ന്. പെട്ടെന്ന് അവനെ ഹഗ് ചെയ്ത് അവൻ്റെ പുറത്ത് ഒമിറ്റ് ചെയ്ത് കൊടുക്കും. സത്യത്തിൽ ടേ ഒരു ശാന്ത സ്വഭാവക്കാരനാണ്. അതുകൊണ്ട് ഇങ്ങനെ എന്തൊക്കെ നടന്നാലും അവൻ ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. അതേ ഹോസ്പിറ്റലിൽ ഒരു കൊച്ചിനെയും അതിൻ്റെ അച്ഛനെ അഡ്മിറ്റ് ചെയ്യും, സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് കാറിൽ യാത്ര ചെയ്തു പോകുന്ന യാങ്ങിൻ്റെ മാനേജറിന് കോൾ വരുന്നതാണ്. ഹോസ്പിറ്റലിൽ യാങ്ങിൻ്റെ അച്ഛൻ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പുതിയ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി യാങ്ങിൻ്റെ സൈൻ വേണം. ഈ കാര്യമെല്ലാം മാനേജർ ഹീറോയിനോട് പറഞ്ഞ ഉടനെ അവൾക്ക് ദേഷ്യം വരും. എന്നെ സംബന്ധിച്ച് എൻ്റെ അച്ഛൻ എന്നേ മരിച്ചുപോയി, വേണമെങ്കിൽ നിങ്ങൾ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഇവരെ ഹോസ്പിറ്റലിൽ നിന്ന് കോൾ ചെയ്തത് ഒരു നേഴ്സായിരുന്നു. അവളുടെ പേര് യൂറി. അവൾ ഈ കാര്യം ചീഫിനോട് പറയുമ്പോൾ അവർ യൂറിയോട് യാങ്ങിനെ നേരിട്ട് കണ്ട് സൈൻ വാങ്ങിക്കൊണ്ട് വരാൻ പറയും. അടുത്ത സീനിൽ കാണിക്കുന്നത് ടേ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് അവൻ്റെ ബ്രദറിനെ കോൾ ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ യാങ് കുട്ടികൾക്ക് വേണ്ടി സ്റ്റോറി പറയാൻ വരുന്ന ഹോസ്പിറ്റൽ ഇതാണ്. ഹീറോയിൻ്റെ സ്റ്റോറി ഭയങ്കര ഫേമസാ. ടേയുടെ ചേട്ടനും അവളുടെ കട്ട ഫാനാണ്. യാങ് ഹോസ്പിറ്റൽ വരുന്നതറിഞ്ഞ് എങ്ങനെയെങ്കിലും അവളുടെ ഓട്ടോഗ്രാഫ് വാങ്ങണമെന്ന് ടേയോട് അവൻ്റെ ചേട്ടൻ പറയും. അവനത് പ്രോമിസ് ചെയ്യും. കഥ പറയാൻ ഹോസ്പിറ്റലിൽ വന്ന യാങ് അവിടെ നിന്ന് സിഗരറ്റ് വലിക്കും. എന്നിട്ട് അടുത്തുള്ള പൂക്കളൊക്കെ പിച്ചിക്കളയും. ഇത് കണ്ടുവരുന്ന ടേ അവളെ അഡ്വൈസ് ചെയ്യാൻ തുടങ്ങും. ഇതൊരു ഹോസ്പിറ്റലാണ്, ഇവിടെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്.
പക്ഷെ ആര് പറഞ്ഞാലും മൈൻഡ് ചെയ്യാത്ത യാങ് എങ്ങനാ ഇവൻ പറഞ്ഞാൽ കേൾക്കുന്നേ? എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ തുടങ്ങുന്നതും മരത്തിലെ പൂക്കളെല്ലാം ഒരുമിച്ച് വീഴാൻ തുടങ്ങും. ടീയുടെ മുഖം ഒരുപാട് നേരം നോക്കി നിന്നിട്ട് യാങ്, എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ മീറ്റിംഗ് ആരോ മുന്നേ തന്നെ ഡിസൈഡ് ചെയ്തിരുന്നു എന്നാണ്. അവൾ എന്തിനെ പറ്റിയാണ് പറയുന്നതെന്ന് ടീക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. വേഗം തന്നെ സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഈവന്റും സ്റ്റാർട്ടാകും. മുന്നേ പറഞ്ഞിരുന്ന സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത ആളിന്റെ മകളും ഈ ഈവന്റ് കാണാൻ അവിടെയുണ്ട്. ആ കുട്ടി അവിടെ ഉണ്ടെന്നറിഞ്ഞ് അവളുടെ അച്ഛൻ അവിടെ വരും. അയാൾ ആ കൊച്ചിനെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നത് കറക്റ്റായി യാങ് കാണും. ആരും ശ്രദ്ധിക്കാത്ത ഒരിടത്ത് കൊണ്ടുപോയിട്ട്, നിന്റെ അമ്മ മരിച്ചുപോയില്ലേ, നമുക്കും സൂയിസൈഡ് ചെയ്ത് അവളുടെ അടുത്തേക്ക് പോകാം, എന്നിട്ട് സന്തോഷമായി ജീവിക്കാം. ഇതെല്ലാം ദൂരെ നിന്ന് യാങ് കേൾക്കുന്നുണ്ടായിരുന്നു. കലി വന്നിട്ട് കയ്യിൽ കിട്ടിയ ഒരു സാധനം വെച്ചവന്റെ മുഖത്തിട്ടൊരു അടി കൊടുക്കും. യാങ് ആ കൊച്ചിനെ രക്ഷിച്ചുകൊണ്ട് പോകാനൊരുങ്ങുമ്പോൾ ആ കൊച്ചിന്റെ അച്ഛൻ യാങ്ങിന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങും. ഇത് ചെയ്യുന്ന കാണുമ്പോൾ യാങ്ങിന് അവളുടെ അച്ഛന്റെ മുഖം ഓർമ്മ വരും. കറക്റ്റ് ടൈമിൽ ടേ അവിടെ എത്തി അയാളുടെ കൈ കെട്ടും. പക്ഷെ ഇപ്പോഴും ദേഷ്യം മാറാത്ത യാങ് ഒരു കത്തി എടുത്ത് അയാളെ അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങും. പക്ഷെ നടുക്ക് വന്ന് ടേ കത്തി പിടിക്കും. കയ്യിൽ നിന്ന് നന്നായി ബ്ലഡ് വരുന്നുണ്ടെങ്കിലും അത് മൈൻഡ് ആക്കാതെ തുണിയെടുത്ത് യാങ്ങിന്റെ പേരിൽ കേസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി കത്തിയിലുണ്ടായിരുന്ന ബ്ലഡും ഫിംഗർ പ്രിന്റും ഒക്കെ മായ്ക്കും. ഇത് കാണുന്ന യാങ്, നിന്റെ കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്നു, അത് വലിയ കാര്യമാക്കി എടുക്കാതെ ആവശ്യമില്ലാതെ കത്തി തുളയ്ക്കുന്ന എന്തിനാ എന്നും ചോദിച്ച് തുണിയെടുത്ത് ടേയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കും. ഇത്രയും പ്രശ്നം നടന്നതിന് ശേഷം ചീഫ് ടേയെ വിളിച്ച് സംസാരിക്കും. ഇവിടെ നടന്ന എല്ലാ പ്രശ്നത്തിനും കാരണം ടേ ആണെന്ന് കരുതി അവനെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ പ്ലാൻ ചെയ്യുകയാണ്. ഞാൻ ഇപ്പോഴാണ് നിന്നെപ്പറ്റി കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. നീ ഒരിടത്തും 1 വർഷത്തിൽ കൂടുതൽ വർക്ക് ചെയ്തിട്ടില്ല അല്ലേ? ഇപ്പോൾ വേണേ ഇവിടുത്തെ ജോലി ഉപേക്ഷിക്കാം. നീ ഇവിടെ 1 വർഷം ജോലി ചെയ്തതുപോലെ ഞാൻ എല്ലാം അറേഞ്ച് ചെയ്ത് തരാം, അതിന്റെ പണവും നിനക്ക് കിട്ടും. ടേ അത് സമ്മതിക്കും. കാരണം അവൻ ഈ ഹോസ്പിറ്റൽ ജോയിൻ ചെയ്തിട്ട് 1 വർഷം ആകാൻ പോകുമായിരുന്നു. അതുമല്ല, ടേ ഒരു സ്ഥലത്ത് 1 വർഷത്തിൽ കൂടുതൽ താമസിക്കാറേ ഇല്ല. അടുത്ത സീനിൽ രാത്രി വേറെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന യൂറി ആ പേഷ്യന്റിന് വേണ്ടി സൈൻ വാങ്ങാൻ ഒരിടത്ത് വരും. വന്ന് ഡോറ് തുറന്ന് ആ പേഷ്യന്റിന്റെ മകൾ ആരാണെന്ന് കാണുന്നതും യൂറി ഷോക്കാകും. കാരണം അത് യാങ് ആയിരുന്നു. ആക്ച്വലി ഇവർക്ക് 2 പേർക്കും ചെറുതിലെ തൊട്ടേ പരസ്പരം നന്നായി അറിയാം. 2 പേരും ക്ലാസ്മേറ്റ് ആണ്. പക്ഷെ യാങ് യൂറിയെ എപ്പോഴും കളിയാക്കും. പണ്ട് എങ്ങനെയായിരുന്നു ഇപ്പോഴും അതുപോലെയാണ്. ഞാൻ എന്തിനാ ഇതിൽ സൈൻ ചെയ്യുന്നത്? യൂറി, നിന്റെ അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ട് കുറെ നാളായി. നിന്റെ അമ്മയോട് പറ എന്നെയും കൂടി അഡോപ്റ്റ് ചെയ്യാൻ. ഇതൊക്കെ കേട്ടിട്ട് യൂറി മിണ്ടാതെ ഇരിക്കും. പോന്നേൽ പോട്ടെ എന്നും പറഞ്ഞ് യാങ് അവളുടെ അച്ഛൻ്റെ ഡോക്യുമെന്റ്സ് എല്ലാം സൈൻ ചെയ്യും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഹോസ്പിറ്റലിലെ ജോലിയൊക്കെ തീർത്തിട്ട് വീട്ടിലേക്ക് വരുന്ന ടേ അവൻ്റെ ഫ്രണ്ടിനെ കണ്ട് സംസാരിച്ചുകൊണ്ട് നടന്നു വരുന്നതാണ്. ഞാനും ചേട്ടനും ഇവിടെ വന്നിട്ട് 1 വർഷം ആകാൻ പോവുകയാണ്. ഇനി ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകണം. കാരണം ഇനി സ്പ്രിംഗ് സീസണാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ബട്ടർഫ്ലൈസ് ഒക്കെ കൂടുതലായിരിക്കും. ചേട്ടനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അവൻ മറന്നു എന്ന് ഓർമ്മ വരുന്നത്. വീട്ടിലേക്ക് വരുമ്പോൾ യാങ്ങിൻ്റെ കയ്യിൽ നിന്ന് ഓട്ടോഗ്രാഫ് വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഹോസ്പിറ്റലിൽ ഇത്രയും പ്രശ്നം നടന്നതുകൊണ്ട് ഓട്ടോഗ്രാഫ് വാങ്ങാൻ മറന്നുപോയി. ഞാൻ ഇനി എന്ത് ചെയ്യും? എനിക്ക് ചേട്ടനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഫ്രണ്ടിന് ഒരു ഐഡിയ വരും. ഞാൻ നിനക്ക് ഇപ്പോൾ യാങ്ങിൻ്റെ ഓട്ടോഗ്രാഫ് റെഡിയാക്കി തരാം എന്നും പറഞ്ഞ് നെറ്റ് ഫുള്ള് നോക്കി ഒരുപാട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് യാങ്ങിൻ്റെ സൈൻ ഒരു മിസ്റ്റേക്ക് പോലും ഇല്ലാതെ അതുപോലെ എഴുതും. ഇവനിട്ട സൈൻ കണ്ടിട്ടാണ് ടേക്ക് സമാധാനമാകുന്നത്. എങ്ങനെയെങ്കിലും ഇതവൻ്റെ ചേട്ടന് കൊടുത്തിട്ട് ഹാൻഡിൽ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ 2 പേരും ടേയുടെ വീട്ടിൽ പോകും. ഓട്ടോഗ്രാഫ് കണ്ട ഉടനെ ടേയുടെ ചേട്ടനൊരു ഡൗട്ട് വരും. ഇത് യഥാർത്ഥത്തിൽ അവരുടെ സൈനാണോ? അവരുടെ സൈൻ ഇങ്ങനെയല്ല ഇരിക്കുന്നത്, കോർണറിൽ വേറെ പോലെയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തിൽ ആ പേപ്പർ കീറിയിട്ട് അവിടെ നിന്ന് പോകും. കൊച്ചുകുട്ടികൾ കളിക്കുന്ന പോലെ റൂമിന്റെ അകത്തൊരു കുഞ്ഞു ടെന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടേയുടെ ചേട്ടൻ അതിൻ്റെ അകത്ത് കയറിയിരുന്ന് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. ടേയുടെ ചേട്ടന് എപ്പോൾ പ്രശ്നം വന്നാലും ഇവിടെ വന്നിരുന്നാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. ടേയും അവൻ്റെ ഫ്രണ്ടും ചേട്ടനെ സമാധാനപ്പെടുത്താൻ ഒരുപാട് ശ്രമിക്കും. പക്ഷെ ഒന്നും വർക്കാവില്ല. അപ്പോഴാണ് ടേക്ക് യാങ്ങിൻ്റെ മാനേജറിൻ്റെ അടുത്ത് നിന്നും കോള് വരുന്നത്. നിങ്ങളുടെ കൈക്ക് പരിക്ക് പറ്റി ഇത്രയും കഷ്ടപ്പെടുന്നതിൻ്റെ കാരണം യാങ് ആണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഈ കാര്യം നിങ്ങൾ പുറത്തു പറയാതിരിക്കാൻ എത്ര പണം വേണമെന്ന് എന്നെ നേരിൽ കണ്ട് പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു അഡ്രസ്സിൽ വരാൻ പറയും. അതേസമയം ടി വിയിൽ ന്യൂസ് പ്ലേ ആകും. യാങ് കത്തികൊണ്ട് കുത്താൻ നോക്കിയ ആളില്ലേ, അയാൾ സൂയിസൈഡ് ചെയ്തെന്ന്. അത് കഴിഞ്ഞ് രാത്രിയിൽ ടേ ഇരുന്ന് യാങ്ങിൻ്റെ സ്റ്റോറി ബുക്ക് വായിക്കും. അത് വായിക്കുമ്പോഴാണ് അവന് മനസ്സിലാവുന്നത് യാങ് എഴുതിയിരിക്കുന്ന എല്ലാ സ്റ്റോറീസും കുട്ടികളുടേതാണെന്ന് തോന്നിക്കുമെങ്കിലും അതിലൊരുപാട് കാര്യങ്ങളുണ്ടെന്ന്. എങ്ങനെയാണോ ടേ യാങ്ങിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ യാങ് അവിടെ ഇരുന്ന് ടേയെ കണ്ടതിന് ശേഷം നടന്നതൊക്കെ ചിന്തിച്ച് കിടക്കും. അടുത്ത ഭാഗത്ത് ടേയുടെ ചേട്ടൻ ഒരു പേടിപ്പിക്കുന്ന സ്വപ്നം കാണും.
ഒരു കാട്ടിൽ ഒറ്റയ്ക്ക് നടക്കുന്നതായിട്ടും അവിടെയുള്ള ചിത്രശലഭങ്ങളെല്ലാം അവനെ പേടിപ്പിക്കുന്നതായിട്ടും ഒക്കെ. അടുത്ത ദിവസം ടേ യാങ്ങിന്റെ മാനേജർ പറഞ്ഞതുപോലെ തന്നെ കണ്ട് സംസാരിക്കാൻ വേണ്ടി ഓഫീസിൽ പോകും. അവിടെ വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണ് ടേയെ ഫസ്റ്റ് കാണുമ്പോഴേ ഇംപ്രസ് ആകും. നിങ്ങൾ അകത്ത് വന്ന് വെയിറ്റ് ചെയ്യും, മാനേജർ ഉടനെ വരും. അവനവിടുത്തെ ബുക്കെല്ലാം നോക്കുന്നതും കറക്റ്റായി യാങ് വരും. ഇത്രയും നേരം ടേയോട് സംസാരിച്ചുകൊണ്ടിരുന്നത് യാങ്ങിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. മുകളിൽ നിന്ന് യാങ് കുറെ നേരം ടേയെ നോക്കിക്കൊണ്ട് നിന്നിട്ട് അവന്റെ സൗന്ദര്യം ആസ്വദിക്കും. എന്നിട്ട് താഴേക്ക് ഇറങ്ങി വന്ന് സംസാരിക്കാൻ തുടങ്ങും. നീ മറ്റുള്ളവരെ പോലെ അല്ലാതെ കുറച്ചെങ്കിലും ഡിഫറെന്റ് ആയിരിക്കുമെന്നാ കരുതി, പക്ഷെ നീയും എല്ലാരെയും പോലെയാണ്. എന്റെ മാനേജർ നിനക്ക് എത്ര തരാമെന്നാ പറഞ്ഞേ? നീയും അത് വാങ്ങാൻ വന്നതല്ലേ? ഉടനെ ടേ ഞാനൊന്നും പൈസയ്ക്ക് വന്നതല്ല എന്ന് പറയുന്നതും യാങ് അപ്പോ നീ എന്ത് കാര്യത്തിന് എവിടെ വന്നേ എന്നും പറഞ്ഞ് ആവശ്യമില്ലാത്ത ടോപ്പിക്ക് സംസാരിക്കാൻ തുടങ്ങും. ടേ പറയും ഞാനൊന്നും അങ്ങനെ ഒരു കാര്യത്തിനും വന്നതല്ല, ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാണ്, വേറെ ഒന്നുമല്ല. നിന്റെ കണ്ണ് കാണുമ്പോൾ ഞാൻ ചെറുതിലെ മീറ്റ് ചെയ്ത എൻ്റെ ഒരു ഫ്രണ്ടിനെയാണ് ഓർമ്മ വരുന്നത്. ആ പെണ്ണ് ആരാന്ന് യാങ് ചോദിക്കുന്നതും ടേ പറയാൻ തുടങ്ങും. ചെറുതിലെ തൊട്ടേ ആ പെണ്ണിന്റെ മനസ്സിൽ ഒരു ഇമോഷൻസും ഫീലിങ്സും ഞാൻ കണ്ടിട്ടേ ഇല്ല. അവൾ ചെയ്യുന്ന ഓരോരോ പ്രവൃത്തിക്കും ഒരു കാരണവും കാണില്ല. ടേ അവളെ പറ്റിയാണോ പറയുന്നതെന്ന് കൺഫേം ആക്കാൻ വേണ്ടി യാങ് ചോദിക്കും, നീ അവളെ കണ്ട് പേടിക്കുമായിരുന്നോ? ഉടനെ ടേ പറയും, ഞാൻ ആ പെണ്ണിനെ കണ്ട് പേടിച്ചിട്ടില്ല, ഞാൻ അവളുടെ നേരെ ഓപ്പോസിറ്റാണ്. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പിന്നീട് കാണിക്കുന്നത് അവരുടെ കുട്ടിക്കാലമാണ്. ഒരു ദിവസം തണുത്തു ഉറഞ്ഞ ഒരു ചെറിയ കുളത്തിൽ ടേ മുങ്ങിപ്പോകും. അവനെ രക്ഷിക്കാൻ ആരുമില്ലാതെ മരിച്ചു പോകുമെന്ന ചിന്തയിലിരിക്കുമ്പോൾ അവനെ കറക്റ്റ് ടൈമിൽ ഒരു ഐസ് കെട്ടി എടുത്തെറിഞ്ഞ് നമ്മുടെ യാങ് ആണ് അവനെ രക്ഷിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം യാങ്ങിനെ ടേ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അവളെ പ്രപ്പോസ് ചെയ്യുന്ന പോലെ ബൊക്കെ കൊടുത്ത് ഞാൻ നിന്റെ കൂടെ എപ്പോഴും കാണുമെന്ന് പറയുന്നതും യാങ് അവളുടെ കയ്യിലിരുന്ന ബട്ടർഫ്ലൈസിനെ പൂ ഇറുക്കുന്ന പോലെ പിച്ചി കൊന്നുകളയും. അവിടെ ചുറ്റും നോക്കുമ്പോൾ ഫുള്ള് ചത്ത് കിടക്കുന്ന ബട്ടർഫ്ലൈസ് ആണ്. ഇത് കണ്ട് ടേ പേടിച്ചോടിപ്പോകും. പിന്നീട് പ്രസന്റ് ടേ യാങ്ങിനെ പറ്റിയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാതെ നിനക്ക് ആ പെണ്ണിനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു, അപ്പോൾ നിങ്ങൾക്കിടയിൽ നല്ല മെമ്മറീസും കാണുമല്ലോ അല്ലേ? ഉടനെ ടേ എനിക്ക് അങ്ങനെയുള്ള ഒരു മെമ്മറീസും ഇല്ല എന്ന് പറഞ്ഞു തീരുന്നതും മാനേജർ അവിടെ എത്തും. അത് ഒരുപാട് ക്യാഷുമായി ടേയെ വിളിച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാൻ തുടങ്ങും. ഈ പൈസ നിങ്ങളെടുത്തോ, പ്രസ് മീഡിയ അത് ഇതെന്ന് പറഞ്ഞ് ഇക്കാര്യം വേറെ ആരോടും പറയണ്ട, എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ടേ അവിടെ നിന്നും ഇറങ്ങുന്നതും അസിസ്റ്റന്റ് വന്ന് അവനോട് സംസാരിക്കും. അവരുടെ ഓട്ടോഗ്രാഫ് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയില്ലേ എന്ന് ചോദിക്കുന്നതും ഇത് കേട്ട് യാങ് ഒരുമാതിരി ചിരിക്കാൻ തുടങ്ങും. ഉടനെ ടേ അതെ ഓട്ടോഗ്രാഫ് വേണം, പക്ഷേ അതെനിക്കല്ല, എൻ്റെ ചേട്ടൻ സാങ്ടേക്കാണ്. ഉടനെ യാങ് വന്ന് ഒരു ബുക്ക് എടുത്ത് ഓട്ടോഗ്രാഫിൻ്റെ കൂടെ എന്തോ നല്ല കാര്യമായിട്ട് എഴുതി ആ ബുക്ക് ടേക്ക് കൊടുത്തിട്ട് പറയും, നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം. ടേ അവിടെ നിന്നും പോകുന്നതും യാങ് ഉടനെ ബാൽക്കണിയിൽ പോയി ദൂരെ നടന്നു പോകുന്ന ടേയെ നോക്കി ഏതോ ഒരു പാവയെ എടുക്കുന്ന പോലെ ട്രൈ ചെയ്യും. എങ്ങനെയാണോ കൊച്ചുകുട്ടികൾ പാവക്കുട്ടികൾക്ക് വേണ്ടി വാശി പിടിച്ച് അതിനെ വാങ്ങി കളിക്കുന്നത്, അതുപോലെ ഉടനെ യാങ് അവളുടെ അസിസ്റ്റന്റിനെ വിളിച്ച് നീ ഈ ജോബിൽ പെർമനൻ്റായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓഫീസിൽ വന്നവൻ്റെ എല്ലാ ഡീറ്റെയിൽസും, അതായത് അവൻ മുന്നേ എവിടെയാണ് വർക്ക് ചെയ്തത്, ഇപ്പോഴെന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അന്വേഷിച്ച് പറയണം. പക്ഷേ ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം നമുക്കിടയിൽ നിന്നാൽ മതി, മാനേജർ ഒരിക്കലും അറിയരുത്. അങ്ങനെ അസിസ്റ്റന്റിനെ അവൾ വരട്ടും. പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് ബസ്സിൽ യാത്ര ചെയ്ത് പോകാനൊരുങ്ങുന്ന ടേ യാങ് എഴുതിയ ഓട്ടോഗ്രാഫ് നോക്കുമ്പോൾ അതിൽ വെറും 4 ലൈനാണ് എഴുതി വെച്ചിരിക്കുന്നത്. സാങ്ടേ, ഞാൻ നിന്നെ സ്പെഷ്യലായി ഇൻവൈറ്റ് ചെയ്യുന്നു. നാളെ ബുക്ക് സൈൻ ചെയ്യുന്ന ഒരു ഇവന്റ് നടക്കുന്നുണ്ട്, അവിടേക്ക് നീ വന്നാൽ നിനക്ക് ആവശ്യമുള്ള ഓട്ടോഗ്രാഫ് വാങ്ങിക്കാം എന്നൊക്കെ യാങ് എഴുതിയിരിക്കുന്നത് കണ്ട് ടേക്ക് നല്ല ദേഷ്യം വരും. കാരണം ഇങ്ങനെ അടിക്കടി യാങ്ങിനെ കാണുന്നത് അവൻ ഇഷ്ടമല്ല. അങ്ങനെ അവസാനം ടേ അവൻ്റെ ചേട്ടൻ സാങ്ടയെ വിളിച്ച് യാങ് നിന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, നാളെ അവിടെ നേരിൽ പോയി ഓട്ടോഗ്രാഫ് വാങ്ങാമെന്ന് പറയും. ഇത് കേട്ട് സാങ്ടെ ഒരുപാട് സന്തോഷിക്കും. അവൻ്റെ ചേട്ടനെ ആ ഇവൻറ്റിൽ കൊണ്ടുപോകാൻ വേണ്ടി ടേ അവൻ്റെ കൂട്ടുകാരൻ ജിസോയെ വിളിച്ച് ഏർപ്പാടാക്കും. നീ നാളെ എൻ്റെ ചേട്ടനെ കൊണ്ട് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. ടേ ഇത്രയും പറയുന്ന കേട്ടിട്ട് ജിസോ ഇത് സമ്മതിക്കും. ഈ ജിസോ ഒരു റെസ്റ്റോറൻ്റ് ആണ് നടത്തുന്നത്. അവിടേക്ക് യൂറി എത്തുന്നു. അവൾ ആ റെസ്റ്റോറൻറ്റിൽ വരുന്നത് തന്നെ ടേയെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടിയാണ്. ഈ ടേയും അവൻ്റെ ചേട്ടൻ സാങ്ടയും എപ്പോഴെല്ലാം ഒരു സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആകുന്നുവോ അപ്പോഴെല്ലാം ജിസോയും കൂടെ കാണും. ജിസോയോട് സംസാരിച്ചു കഴിഞ്ഞിട്ട് യൂറി ടേയ്ക്ക് വേണ്ടി ഒരു സ്ഥലത്ത് പോയി വെയിറ്റ് ചെയ്യും. ഉടനെ തന്നെ ഈ വർഷം തീരാൻ പോകുവാണല്ലോ, നീ വേറെ സ്ഥലം കണ്ടുപിടിച്ചോ. ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിലും യൂറി ടേയുടെ അടുത്ത് ഇരിക്കാൻ ശ്രമിക്കും. പക്ഷെ അവൻ ദൂരേക്ക് മാറി മാറിയിരിക്കും. നീ ഇനിയും മാറിപ്പോകുമ്പോൾ നിന്റെ ജോലി ഉപേക്ഷിച്ചല്ലേ പോകാൻ പറ്റൂ. ഒരു വർക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വന്ന് ജോയിൻ ചെയ്യാം. നിനക്ക് ജോബിനുള്ള വേക്കൻസി ഉണ്ട്, കൂടെ തന്നെ നല്ല സാലറിയും ഉണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, അവിടെ വന്നാൽ എൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യാം, അവിടെ ഒരു റൂം ഫ്രീ ആണ്. ഇതെല്ലാം കേട്ടതിന് ശേഷം നമ്മുടെ ടേക്കും അവിടെ പോകാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ അതേ ഏരിയയിൽ
ഇടയിലാണ് അവൻ്റെ അമ്മയുടെ മർഡർ നടന്നത്. അവൻ്റെ അമ്മ മരിച്ച സമയത്ത് സാങ്ക്ടെ ആയിരുന്നു കൂടെ. അതുകൊണ്ട് പോലീസ് അവനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ്. ആരാണ് അവരെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ അവന് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതല്ലേ. സോ അവൻ പറയും, അമ്മയെ ബട്ടർഫ്ലൈസ് ആണ് കൊന്നത്, ഞാൻ കണ്ടതാണ്, ബട്ടർഫ്ലൈസ് ആണ് കൊന്നത്. ചെറുതിലെ സാങ്ക്ടെ ഇങ്ങനെയൊക്കെ പറയുന്നത് കാരണം കേസിൽ ഒരു സ്റ്റെപ്പും എടുക്കാൻ പറ്റില്ല. അവൻ പേടിച്ചത് കാരണമാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് ടേ അവനെ സമാധാനപ്പെടുത്തും. ഇപ്പോൾ ഇവരുടെ അമ്മ മരിച്ചത് കാരണം ഇവരെ സപ്പോർട്ട് ചെയ്യാൻ കൂടി ആരും തന്നെ ഇല്ല. അതുകൊണ്ട് പോലീസ് പരസ്പരം സംസാരിക്കുവാണ്. ഈ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യും? ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള കൊച്ചിനെ നമുക്ക് ഹോസ്പിറ്റലിലാക്കാം, മറ്റേതിനെ ഓർഫനേജിൽ വിടാം, ഇതായിരിക്കും നല്ലത് എന്നൊക്കെ അവർ സംസാരിക്കുന്നത് നമ്മുടെ ടേ കേൾക്കും. അവൻ്റെ ചേട്ടനെ വിട്ടുപിരിയാൻ പറ്റാത്തത് കാരണം ടേ അവൻ്റെ ചേട്ടനെ വിളിച്ച് അവിടെ നിന്നും എസ്കേപ്പ് ആകും. ആരുടെയും കണ്ണിപ്പെടാതെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തു വന്ന് അവരുടെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷമാണ് രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് ലൈഫിൽ ഒരുപാട് കഷ്ടപ്പെടാൻ തുടങ്ങിയത്. ടേ അവൻ്റെ പഠിത്തവും നോക്കി കൂടെ തന്നെ അവൻ്റെ ചേട്ടനെ. ഓരോരോ വർഷവും സ്പ്രിംഗ് സീസണിലെ ബട്ടർഫ്ലൈസ് വരുന്നതിന് മുന്നേ തന്നെ അവനവൻ്റെ ചേട്ടൻ സാങ്ക്ടെ അത് കണ്ട് പേടിക്കേണ്ട എന്ന് കരുതിയാണ് വേറെ സ്ഥലത്തേക്ക് മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ യൂറി പറഞ്ഞ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആകണോ വേണ്ടയോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യൂറിക്ക് ടേയെ ചെറുതിലെ തന്നെ അറിയാം. അവൾക്ക് ടേയോട് വലിയൊരു ക്രഷ് തന്നെയുണ്ട്. എന്നാൽ ടേ അവളെ മൈൻഡ് ചെയ്യത്തേയില്ല. അവളെ ഒരു ഫ്രണ്ടായാണ് കാണുന്നത്. അടുത്ത സീനിൽ രാവിലെ റെഡിയാകുന്ന സാങ്ക്ടെയെ കാണിക്കും. അവൻ യാങ്ങിൻ്റെ ഓട്ടോഗ്രാഫ് വാങ്ങുന്നതിൽ വളരെ എക്സൈറ്റഡ് ആണ്. സമയമായി എന്ന് പറഞ്ഞ് ജിസോനെ ടേ ഒരുപാട് തവണ കോൾ ചെയ്യും. അപ്പോഴാണ് അറിയുന്നത് അവൻ കഴിഞ്ഞ രാത്രി നല്ലതുപോലെ ഡ്രിങ്ക് ചെയ്തിട്ട് അവൻ കിടന്ന് ഉറങ്ങുവാണെന്ന്. ജിസോയ്ക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് സാങ്ക്ടെയെ ടേയാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അവിടെ പോയി ക്യൂ നിൽക്കാന്ന് വെച്ചാൽ എല്ലാ പിള്ളേരും അവരുടെ പേരൻസിനെ കൂട്ടി അവിടെ നിൽപ്പുണ്ട്. അവരുടെ ഫേവറേറ്റ് ഓതർ യാങ്ങിൻ്റെ കയ്യിൽ നിന്നും ഓട്ടോഗ്രാഫ് വാങ്ങാൻ വേണ്ടി. അകത്ത് കയറി യാങ്ങിനെ കാണാൻ വയ്യാത്തത് കൊണ്ട് ടേ അവൻ്റെ ചേട്ടനോട് പറയും, എനിക്ക് അകത്ത് വരാൻ പറ്റില്ല, ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. നീ യാങ്ങിനെ കാണുമ്പോൾ നീയാണ് ടേയുടെ ബ്രദർ എന്ന് പറയണം. അപ്പോൾ എളുപ്പത്തിൽ ഓട്ടോഗ്രാഫ് കിട്ടും. അങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് ടേ പുറത്ത് വെയിറ്റ് ചെയ്യും. അകത്ത് വെയിറ്റ് ചെയ്യുന്ന സാങ്ക്ടെയുടെ ഓപ്പോസിറ്റ് ഒരു കൊച്ച് ഡൈനോസറിൻ്റെ കോസ്റ്റ്യൂം ഇട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. സാങ്ക്ടെയ്ക്ക് ആ കോസ്റ്റ്യൂം ഒരുപാട് ഇഷ്ടമായത് കാരണം ആ കൊച്ചിൻ്റെ അടുത്ത് ചെന്ന് അവനോട് സംസാരിക്കാൻ ട്രൈ ചെയ്യും. അവനെ തൊട്ട് നോക്കാനൊരുങ്ങും. ഇത് കണ്ട് ആ കൊച്ചിൻ്റെ അച്ഛൻ സാങ്ക്ടെയെ അയാളുടെ മോനെ ഡിസ്റ്റർബ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവനെ പിടിച്ച് അടിക്കാൻ തുടങ്ങും. അയാൾ സാങ്ക്ടെയുടെ തലയിൽ പിടിച്ച്, നീ ആരാണെന്ന് പറ, എൻ്റെ മോനെ എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നേ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് അടിക്കാൻ തുടങ്ങും. അതേസമയം പുറത്ത് നിൽക്കുന്ന ടേ അകത്തുള്ള ചേട്ടനെ എന്ത് പറ്റിയെന്ന് ആലോചിച്ച് അകത്ത് വരുമ്പോഴാണ് അറിയുന്നത് അവനെ ആരോ പിടിച്ച് അടിച്ചെന്ന്. അവരുടെ അടുത്ത് നിന്ന് സാങ്ക്ടെയെ രക്ഷിച്ച് ഒരുപാട് പേടിച്ചു പോയ അവൻ്റെ ഫേസിൽ തുണിയിട്ട് കവർ ചെയ്തിട്ട്, ഒന്നുമില്ല ചേട്ടൻ പേടിക്കേണ്ട, എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തും. അതേസമയം താഴെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് ഞാൻ കാണാൻ വരും. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അവനെ രക്ഷിക്കണോ അതോ ചുമ്മാതെ നിൽക്കണോ? കുറച്ചു നേരം ആലോചിച്ച് നിന്നിട്ട് ടേയുടെ അടുത്ത് പോയി സാങ്ക്ടെയെ അടിച്ച ആളിനെ യാങ് പിടിച്ച് അടിക്കാൻ തുടങ്ങും. ഇവിടെ വലിയൊരു ഇവന്റ് ആണ് നടക്കുന്നത്, നിറയെ റിപ്പോർട്ടേഴ്സ് ഉണ്ട് എന്നൊന്നും ഒരു ടെൻഷനും ഇല്ല അവക്ക്. യാങ് അയാളെ അടിക്കുന്നത് എല്ലാവരും ഫോട്ടോസ് എടുക്കും. ഇങ്ങനെയൊക്കെ നടന്നത് കാരണം ആ ഇവന്റ് വേഗം കഴിയും. അത് കഴിഞ്ഞ് നമ്മളുടെ ടേയും യാങ്ങും ഒരിടത്തിരുന്ന് തനിയെ സംസാരിക്കും. ഇപ്പോൾ നീ ചെയ്ത തെറ്റിന് സോറി പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് ടേ യാങ്ങിനോട് ചോദിക്കും. പേടിച്ചു പോയത് കാരണം സാങ്ക്ടെ ഒരു റൂമിൽ തനിച്ചിരുന്ന് കരയുവാണ്. നീ പോയി നിന്റെ ചേട്ടനോട് സംസാരിക്കേണ്ടതല്ലേ, ഇവിടെ എന്തിനാ എങ്ങനെ ഇരിക്കുന്നേ എന്ന് യാങ് ചോദിക്കുമ്പോൾ ടേ, ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം മറന്നിട്ട് അവൻ എപ്പോൾ റിലാക്സ് ആവുന്നു അപ്പോഴേ ഞാൻ അവനോട് സംസാരിക്കും. ശരി എങ്കിൽ പിന്നെ ഞാൻ ഇവിടുന്ന് പോകുക എന്നും പറഞ്ഞ് യാങ് പോകാനൊരുങ്ങുമ്പോൾ ടേ അവളെ കയ്യിൽ പിടിക്കും. ഇപ്പോൾ നീ എന്തിനാ എൻ്റെ കൈ പിടിച്ച്? നിന്റെ ചേട്ടൻ വരുന്നത് വരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യണോ? അങ്ങനെ അവൾ ആക്കുന്ന പോലെ സംസാരിക്കുമ്പോൾ ടേ ടെൻഷനാകും. ഇപ്പോൾ നീ ഒന്നും മിണ്ടണ്ട, കുറച്ച് നേരം മിണ്ടാതിരിക്കും എന്നും പറഞ്ഞവൻ രണ്ടും കൈയും പിടിക്കുമ്പോൾ യാങ് വേണമെന്ന് വെച്ച്, ഇപ്പോൾ നീ എൻ്റെ അടുത്ത് ഇത്രയും ക്ലോസ് ആയി നിൽക്കുക, ഇനി എന്തുവാ ചെയ്യാൻ പോകുന്നേ? ഹഗ് ചെയ്യാൻ പോകുവാന്നോ എന്ന് ചോദിക്കുന്നതും ടേ അടുത്ത സെക്കൻഡിൽ കൈ വിടും. അവൻ തലയിൽ വെച്ചിരിക്കുന്ന ക്യാപ്പ് എടുത്തിട്ട് യാങ് അവൻ്റെ ഹെയർ സ്റ്റൈൽ ചേഞ്ച് ആക്കും. നീ ഇനി മുതൽ ഇങ്ങനത്തെ ക്യാപ്പ് ഒന്നും ഇടരുത്, നീ ഇങ്ങനെ ഇരുന്നാൽ മാത്രമേ കാണാൻ ഹാൻഡ്സമായി ഇരിക്കൂ. ഉടനെ ടേ ചൂടായിട്ട്, നീ ഒന്നും പറയണ്ട, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് ക്യാപ്പ് വാങ്ങി വീണ്ടും തലയിൽ വെക്കും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വരുന്ന ഒരാൾ യാങ്ങിൻ്റെ അമ്മ ജീവനോടെ ഇരുന്നപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ പറയും. അയാൾ ആവശ്യമില്ലാതെ യാങ്ങിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെ സംസാരിക്കുന്നത് അവൾക്ക് ഇഷ്ടപ്പെടത്തേ ഇല്ല. അവനെ അടിക്കാൻ വേണ്ടി യാങ് കൈ നീട്ടുമ്പോൾ ടേ അവളെ തടയും. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിന്നും പോക്കോ എന്നും പറഞ്ഞ് ടേ അവനെ സേഫായി പറഞ്ഞു വിടും. ഉടനെ അയാൾ അവിടെ നിന്നും പോകുന്നതും യാങ് അവനെ ഫോളോ ചെയ്ത് പോകാനൊരുങ്ങും. അവനെ ഒന്നും ചെയ്യരുത് എന്നും പറഞ്ഞ് ടേ അവളുടെ കയ്യിൽ പിടിക്കുന്നതും, നിനക്കെന്നെ ഇഷ്ടമാണോ? നീ എന്നെ കെയറിംഗ് ആയി നോക്കാൻ പോകുവാന്നോ? ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറയേണ്ട ആവശ്യമില്ല, എന്നെ തടയാൻ നീ ആരാ എന്നും പറഞ്ഞ് അവൾ അവൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് അവിടെ നിന്നും പോകും.
യാങ് അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ടേ ഇരുന്ന് ആലോചിക്കും, ഈ പെണ്ണെന്താ ഇത്രയും ദേഷ്യപ്പെടുന്നത്, ഇങ്ങനെ നടക്കുന്നത് എന്താ, ഇനി ആ ദേഷ്യത്തിൽ അയാളെ എങ്ങാനും പോയി അടിക്കുവോ എന്നും പറഞ്ഞ് ടേ യാങ്ങിനെ ഫോളോ ചെയ്ത് ഓടാൻ തുടങ്ങും. യാങ് അയാളോട് സ്റ്റെയറിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുവാണ്. കുറച്ചു മുന്നേ നീ എന്നോട് പറഞ്ഞ പോലെ വേറെ ആരോടും പോയി പറഞ്ഞേക്കരുത്. യാങ് ഇത്രയും സൈലൻ്റായി പറഞ്ഞിട്ടും അയാൾ, എനിക്ക് നിന്റെ പൈസയൊന്നും ആവശ്യമില്ല. അവനെ പേടിപ്പിക്കുന്ന പോലെ അവൻ്റെ പോക്കറ്റിൽ നിന്നും പേനയെടുത്ത് അവൾ അവനെ വിരട്ടും. അവനും സ്ലിപ്പായി സ്റ്റെപ്പിൽ നിന്ന് വീഴും. കറക്റ്റ് ടൈമിൽ ടേയും അവിടെ വരും. അയാൾക്ക് പരിക്ക് പറ്റിയത് കാരണം ആംബുലൻസ് വിളിച്ച് അയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കും. ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും യാങ്ങിൻ്റെ ദേഷ്യത്തിന് ഒരു കുറവുമില്ല. അപ്പോൾ ടേ അവളെ ഫോളോ ചെയ്ത് പോയി യാങ്ങിൻ്റെ ഷോൾഡറിൽ പിടിച്ച് അവളോട് റിലാക്സ് ആവാൻ പറയും. എന്നിട്ട് കണ്ണടയ്ക്കാൻ പറഞ്ഞിട്ട് അവളുടെ കൈ കൊണ്ട് തന്നെ ഹഗ് ചെയ്യുന്ന രീതിയിലാക്കും. നിനക്ക് എപ്പോഴൊക്കെ ഒരുപാട് ദേഷ്യം വരുന്നത് പോലെ തോന്നുന്നുവോ അപ്പോഴൊക്കെ ഈ മെത്തേഡ് യൂസ് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് റിലീഫ് കിട്ടും. യാങ്ങിൻ്റെ അടുത്ത് ടേ ഇത്രയും കെയറിങ്ങായി സംസാരിക്കുന്ന കണ്ട് അവളുടെ മനസ്സിൽ വേറൊരു ചിന്ത വരും. നിനക്ക് എന്തുകൊണ്ട് നിന്റെ ജോലി റിസൈൻ ചെയ്തിട്ട് എൻ്റെ കൂടെ ഇരുന്നൂടാ? ഞാൻ എപ്പോൾ എങ്ങനെ നടക്കുമെന്ന് എനിക്കേ അറിഞ്ഞൂടാ. നിനക്കെന്നെ നന്നായി ഹാൻഡിൽ ചെയ്തൂടെ? എന്ത് പറയുന്നു? എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇരുന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ ടേ വേണ്ട എന്ന് പറയും. ട്രീറ്റ്മെൻറ്റ് ചെയ്താലും നീ നോർമൽ ആകുമെന്ന് പറയാൻ പറ്റില്ല. മറ്റുള്ളവരെ സംബന്ധിച്ച് മെഡിസിൻസ് കൊടുത്ത് അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം. പക്ഷേ ഞാൻ അറിഞ്ഞിടത്തോളം നീ ഇങ്ങനെ ഇരിക്കുന്നത് ചേഞ്ച് ആകത്തേയില്ല. തുടക്കം തൊട്ടേ നീ ആരെയും ബഹുമാനിക്കാറില്ല. സോ എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അടുത്ത സീനിൽ ടേ അവൻ്റെ ചേട്ടൻ്റെ കൂടെ ബസ്സിൽ യാത്ര ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അവിടെ വെച്ച് യാങ് പറഞ്ഞ കാര്യങ്ങൾ അവൻ ഓർമ്മ വരും. അതും മെയിനായിട്ട് അവൻ്റെ തലയിലെ ക്യാപ്പ് ഊരുമ്പോൾ. വീട്ടിൽ വന്നതിന് ശേഷം യൂറി പറഞ്ഞതുപോലെ ആ സ്ഥലത്തേക്ക് പോകണോ വേണ്ടയോ എന്ന് ചിന്തിക്കും. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അവൻ്റെ ചേട്ടനോട് ചോദിക്കും, നമ്മൾ ഒരുപാട് വർഷത്തിന് മുന്നേ ഫാമിലിയോട് കൂടി താമസിച്ചിരുന്ന ഷിംചെങ് സിറ്റിയിലേക്ക് പോകണോ? നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന്. ഉടനെ സാങ്ടെ, ഇതിനെന്തിനാ നീ ഇത്ര ആലോചിക്കുന്നേ? നമുക്ക് ഷിംചെങ് സിറ്റിയിലേക്ക് പോകാം. ഞാനെന്തിനാ നിന്നോട് ചോദിച്ചതെന്ന് വെച്ചാൽ അവിടെ വെച്ചല്ലേ അമ്മ മരിച്ചത്. നീ പേടിക്കുന്ന പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് പോകാതിരിക്കാം എന്ന് പറയുന്നതും സാങ്ടെ, ഞാനെന്തിനാ പേടിക്കുന്നേ? എനിക്കൊന്നും പേടിയേ ഇല്ല, ഞാൻ നിന്റെ ചേട്ടനല്ലേ. കുറേ കാലത്തിന് ശേഷം സാങ്ടെ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് ടേക്ക് ഒരുപാട് സന്തോഷമാകും. യൂറി പറഞ്ഞ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആകാൻ രണ്ടുപേരും റെഡിയാകും. അടുത്ത സീനിൽ വീട്ടിലിരിക്കുന്ന യാങ്ങിന് ഇൻഫർമേഷൻ കിട്ടും. ടേയുടെ ഫുൾ നെയിം എന്താണ്, അവൻ മുൻപ് എവിടെ ആയിരുന്നു, എന്ത് ചെയ്യുമായിരുന്നു. അസിസ്റ്റന്റ് വഴി കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ച് അവൾക്ക് മനസ്സിലാകും ചെറുതിലെ അവൾ കണ്ടിരുന്ന പയ്യൻ ഇവൻ തന്നെ ആയിരുന്നു എന്ന്. അവർ രണ്ടുപേരും തന്നെയാണ് വീണ്ടും മീറ്റ് ചെയ്തതെന്ന് യാങ് കൺഫേം ആക്കും. പിന്നീട് കാണിക്കുന്നത് യാങ്ങിന്റെ ഓഫീസിൽ വലിയൊരു മീറ്റിംഗ് തന്നെ നടക്കുവാണ്. മാനേജർ അവിടെയുള്ള എല്ലാ സ്റ്റാഫ്സിനോടും സംസാരിക്കും. എല്ലാ ന്യൂസ് ചാനലിലും യാങ്ങിന്റെ ന്യൂസ് ആണ് നടക്കുന്നത്. ഒരു ഈവന്റിൽ ചീഫ് ഗസ്റ്റായി പോയിട്ട് അവിടെയുള്ള ഒരാളെ അടിച്ചു എന്നൊക്കെ. നമ്മുടെ യാങ്ങിന്റെ സ്റ്റോറീസ് വെച്ചിട്ട് ഒരുപാട് ആനിമീസ് ഒക്കെ വരാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോഴെല്ലാ പ്രോജക്ട്സും ക്യാൻസലായി. കാരണം ഇപ്പോഴവളൊരു മോശം ക്യാരക്ടറാണെന്ന് പറഞ്ഞ് അവളുടെ പേര് തന്നെ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ. യൂറി പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തിട്ട് ടേ ഫസ്റ്റ് ഡേ വർക്കിന് പോയിരിക്കുവാണ്. അവൻ ആദ്യം തന്നെ ഹാൻഡിൽ ചെയ്യുന്ന പേഷ്യൻ്റ് ആരാന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന യാങ്ങിൻ്റെ അച്ഛനാണ്. നമ്മുടെ ടേ ഇതേ ഹോസ്പിറ്റലിലാണ് ഷിഫ്റ്റ് ആയതെന്നറിഞ്ഞ് യാങ് അവനെ കാണാൻ അവിടെ വരും. അവൾ ഹോസ്പിറ്റലിൽ എത്തുന്നതും അവിടെ നല്ല മഴ പെയ്യാൻ തുടങ്ങും. കറണ്ടും കട്ടാകും. യാങ് അകത്ത് എൻ്റർ ആകുന്ന കാണുന്ന ടേ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് എന്ത് തോന്നുന്നു, ഞാൻ എന്ത് കാര്യത്തിനായിരിക്കും ഇവിടെ വന്നത്? ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു, അതാ കാണാൻ വന്നത്. അപ്പോൾ ടേ എന്ത് പറയണമെന്നറിയാതെ മിണ്ടാതെ നിൽക്കും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.